ഇന്ന് അംഗനവാടിക്ക് പോകാൻ വേദക്കുട്ടിക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ. കാരണം പാത്രം വേണ്ട, ബാഗ് വേണ്ട, ഒന്നും വേണ്ട എന്ന് ഓണാഘോഷ പരിപാടി നടത്തുന്നുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ എല്ലാ കൊല്ലവും നടത്തുന്നത് തന്നെയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ എന്താ വെച്ചാൽ ഇന്ന് ഞങ്ങൾ ഓരോരുത്തരുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ കറികൾ കൊണ്ടുപോകുക. ഞാനപ്പോൾ മത്തങ്ങയും പയറും ഓലനാണ് കൊണ്ടുപോകണത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും അത്യാവശ്യം എല്ലാ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെയും കൂടി അവിടെ വെച്ചു. പിന്നെ ചെറിയ രീതിയിൽ അത്തപ്പൂവ് ഇട്ടിട്ടുണ്ടാകും. സദ്യ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കുട്ടികളായിട്ടുള്ളൊരു കളികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് ആദ്യം കഴിക്കാൻ കൊടുത്തിട്ടോ. അവർക്കാണ് എപ്പോഴും ലേറ്റ് ആവുക, കഴിക്കൽ കഴിയുമ്പോഴേക്കും ഒരുപാട് നേരമാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടി മുതിർന്ന കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തു. ലാസ്റ്റാണ് ഞങ്ങൾ ഇരുന്നത് കേട്ടോ, അമ്മമാരെല്ലാവരും പാടെ ഇരുന്നത്. അവിടെയൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറേ വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അടിച്ച് വാരി ഇതാക്കിയിട്ട് പിന്നെ ഞങ്ങളിരുന്നു. സദ്യ കഴിക്കലൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് പിന്നെ കളികളൊക്കെ തുടങ്ങി കേട്ടോ. ആദ്യം തന്നെ നൂലിൽ ബിസ്ക്കറ്റ് കോർത്തിട്ടുള്ള കളിയായിരുന്നു. വേദക്കുട്ടിക്ക് എന്താ സംഭവം എന്നൊന്നും വല്ലാതെ മനസ്സിലായിട്ടില്ല. എന്നാലും എല്ലാ കുട്ടികളും കാട്ടിന് കണ്ടിട്ടുണ്ട് ചെയ്യാണ് കേട്ടോ. പിന്നെ കസാരക്കളി, അതിൽ ബ്ലാക്ക് ഷർട്ട് ഇട്ട കുട്ടിയാണ് കേട്ടോ വിന്നറായത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മിഠായി പെറുക്കാൻ പിന്നെ ആരെയും പഠിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഇവിടെ നന്നായിട്ടാണ് വാരിയിട്ടുണ്ട്. പിന്നെ അതിൽ വിന്നറായത് ആ റെഡ് ഡ്രസ്സ് ഇട്ട കുട്ടിയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബോക്സിൽ പാട്ട് വെച്ചിട്ട് അവരുടെ ഇഷ്ടത്തിനുള്ള എന്തൊക്കെയോ കളികൾ കളിക്കുന്നുണ്ട്. കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. പിന്നെ അവിടെ നിന്ന് പോന്നു. വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരു 3-3:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ.